രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച ബി.ജെ.പി. നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലപാതക കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കേസിൽ നേരിട്ട് ഇടപെട്ടതായാണ് കോടതിയുടെ നിരീക്ഷണം. തിങ്കളാഴ്ച പ്രതികളുടെ ശിക്ഷ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കും. മാവേലിക്കര കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്യുന്നതായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. 2022 മാർച്ച് 18-ന് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട കേസിൽ ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് 9 മാസം നീണ്ടുനിന്ന വിചാരണ പൂർത്തിയാക്കി ഇന്ന് വിധി പ്രസ്താവിച്ചത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്നായിരുന്നു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി.ജി. ശ്രീദേവിയുടെ കണ്ടെത്തൽ. 1 മുതൽ 8 വരെയുള്ള പ്രതികളായ നൈസാം, അജ്മൽ, അനൂപ്, മുഹമ്മദ് അസ്ലം, സലാം പൊന്നാട്, അബ്ദുൽ കലാം, സഫറുദ്ദീൻ, മുൻഷാദ് തുടങ്ങിയവർ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തു. 13 മുതൽ 15 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിന് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു നൽകി. ആകെ 31 പ്രതികളുള്ള കേസിൽ ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട 15 പ്രതികളാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. കൊലപാതക കുറ്റത്തിനു പുറമെ ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, അതിക്രമിച്ച് കടന്നുകയറൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളും പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളതായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. 1 മുതൽ 15 വരെയുള്ള പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരമുള്ള ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റോ ഈ പ്രതികൾക്ക് അർഹമാണ് എന്നുള്ള തരത്തിലേക്കാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. 2021 ഡിസംബർ 19-ന് നടന്ന കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 3-ാം പ്രതി അനൂപ് മുഹമ്മദിന്റെ ഫോണിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തിയ ഹിറ്റ് ലിസ്റ്റും കൃത്യം നടത്താനെത്തിയ പ്രതികളുടെ CCTV ദൃശ്യങ്ങളും ഗൂഗിളിന്റെ സഹായത്തോടെ പോലീസ് തയ്യാറാക്കിയ റൂട്ട് മാപ്പുമാണ് കേസിലെ മുഖ്യ തെളിവുകളായി മാറിയത്. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളും സംശയാസ്പദമായി തെളിഞ്ഞതായും ജനുവരി 22-ന് ശിക്ഷാവിധിയിന്മേൽ കോടതി അന്തിമ വാദം കേൾക്കുമെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞു. കോടതി വിധിയിൽ സംതൃപ്തരാണെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും രഞ്ജിത്തിന്റെ ബന്ധുക്കൾ പ്രതികരിച്ചു. വിധിയിലും നമുക്ക് തൃപ്തിയുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം. 15 പേരും കുറ്റക്കാരാണെന്നുള്ളത് കോടതി കണ്ടിട്ടുണ്ട്. അതിൽ സംതൃപ്തയാണ്. ഇനി എന്താണ് വിധി എന്നുള്ള കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വിധിയെ സ്വാഗതം ചെയ്യുന്നതായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിനോട് സംസ്ഥാന സർക്കാർ മൃദു സമീപനം പുലർത്തുന്നു. PFI ഇപ്പോഴും കേരളത്തിൽ രഹസ്യമായി പ്രവർത്തിക്കുന്നു. ഇത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാണെന്നും ബി.ജെ.പി. നേതാക്കൾ കുറ്റപ്പെടുത്തി. PFI ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചില്ലായില്ലെങ്കിൽ ഒരുപാട് ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ, ഭാരതത്തിൽ ആവർത്തിക്കാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2021 ഫെബ്രുവരിയിൽ വയലാറിൽ കൊല്ലപ്പെട്ട യുവമോർച്ച പ്രവർത്തകനായ നന്ദുവിന്റെ കൊലപാതകത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വൈരാഗ്യമാണ് ആലപ്പുഴയിലെ ഇരട്ട കൊലപാതകങ്ങൾക്ക് കാരണമായതെന്നാണ് രഞ്ജിത്ത് കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. 2021 ഡിസംബർ 18-ന് SDPI നേതാവ് അഡ്വക്കേറ്റ് KS ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം. വിചാരണ പൂർത്തിയാക്കിയ രഞ്ജിത്ത് കേസിൽ തിങ്കളാഴ്ച ശിക്ഷാവിധി പ്രഖ്യാപിക്കുമെങ്കിലും അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച ഷാൻ വധക്കേസിൽ ഇനിയും വിചാരണ ആരംഭിച്ചിട്ടില്ല. വീഡിയോ ജേർണലിസ്റ്റ് S. സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ലെവിൻ കെ. വിജയൻ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.